നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും ഭാഷാപരം. ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 12 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, അന്ന് ആകാശത്തിൻ കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താന്താൻ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നുപോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പാർത്തരും മേദ്യരും എല്ലാം പേരും മെസൊപ്പൊത്താമ്യയിലും യഹൂദിയയിലും കപ്പദോക്യയിലും പൊന്തോസിലും ആസ്യയിലും ബിഥുന്യയിലും ഫ്രുഗ്യയിലും മിസ്രയീമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യാപ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ച് ഇതെന്തായിരിക്കും എന്ന് തമ്മിൽ പറഞ്ഞു. പരിശുദ്ധാത്മാവാം ദൈവം തൻ്റെ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ പെന്തക്കോസ്ത് ദിവസം യെരുശലേമിൽ അവരോഹണം ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പെന്തക്കോസ്ത് ദിവസം? യഹൂദന്മാർക്ക് 7 പെരുന്നാളുകളാണുള്ളത്. ഒന്നാമത്തേത് പെസഹ പെരുന്നാൾ, രണ്ടാമത്തേത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, മൂന്നാമത്തേത് ആദ്യബലി പെരുന്നാൾ, നാലാമത്തേത് പെന്തക്കോസ്ത് പെരുന്നാൾ, അഞ്ചാമത്തേത് കാഹളപ്പെരുന്നാൾ, ആറാമത്തേത് മഹാപാപരിഹാര പെരുന്നാൾ, ഏഴാമത്തേത് കൂടാര പെരുന്നാൾ. ഈ എല്ലാ പെരുന്നാളുകളും അവർ യെരുശലേമിൽ വന്ന് ആചരിക്കണം. 20 വയസ്സ് പ്രായമുള്ള സകല യഹൂദന്മാരും ഏത് രാജ്യത്തായിരുന്നാലും 7 പെരുന്നാളും യെരുശലേമിൽ വന്ന് ആചരിക്കണം. പക്ഷേ 3 തവണ, വർഷത്തിൽ 3 തവണ വന്നാൽ മതി. 1-ാം മാസത്തിൽ 3 പെരുന്നാളുണ്ട്. 1-ാം മാസത്തിൽ വരുന്നവർക്ക് പെസഹ പെരുന്നാൾ, പുലിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, ആദ്യബലി പെരുന്നാൾ, ഈ 3 പെരുന്നാൾ ആചരിച്ചിട്ട് ഒരു 2 ആഴ്ചത്തെ കാര്യമേ ഉള്ളൂ, അവർക്ക് തിരിച്ചു പോകാം. പിന്നീട് 50 ദിവസം കഴിഞ്ഞാണ് 3-ാം മാസത്തിലെ വാരോത്സവ പെരുന്നാൾ അല്ലെങ്കിൽ പെന്തക്കോസ്ത് പെരുന്നാൾ. പിന്നീട് 7-ാം മാസത്തിൽ ആണ് 3 പെരുന്നാൾ ഉള്ളത്. 7-ാം മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ 10-15 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 10-20 ദിവസം കൊണ്ട് അവർക്ക് ഈ 3 പെരുന്നാൾ ആചരിച്ചിട്ട് തിരിച്ചു പോകാം. കാഹളപ്പെരുന്നാൾ, മഹാപാപരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ. ഇപ്പോൾ ഇവർ പെന്തക്കോസ്ത് പെരുന്നാൾ അല്ലെങ്കിൽ വാരോത്സവ പെരുന്നാൾ ആചരിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. കൂടുതലും പുരുഷന്മാരാണ്. രാവിലെ സമയം നമ്മുടെ ഒരു 9 മണി സമയമാണ്. സാധാരണ രാവിലെ അപ്പോസ്തലന്മാരും വിശ്വാസികളും അവർ പാർക്കുന്ന വീടുകളിൽ നിന്ന് യെരുശലേം ദേവാലയത്തിലെ ശലോമോൻ്റെ മണ്ഡപത്തിലേക്ക് അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവർ പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പോകേണ്ട ഒരു സമയം ആയതേ ഉള്ളൂ. ആ സമയത്താണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. സീനായ് മലയിൽ പിതാവ് വെളിപ്പെട്ടപ്പോൾ വലിയ തീയും പുകയും മിന്നലും കാഹളനാദവും ഭൂമികുലുക്കവും ഒക്കെ ഉണ്ടായി. പുത്രൻ തമ്പുരാൻ രക്ഷയൊരുക്കുവാൻ കാൽവറിയിൽ മരിച്ചപ്പോൾ ഭൂമി കുലുങ്ങി, പാറ വളർന്നു, കല്ലറ തുറന്നു, ദൈവത്തെ തിരശ്ശീല മേൽത്തോട്ടോടി 2 ചിന്തിപ്പോയി. പരിശുദ്ധാത്മാവാൻ ദൈവം ഇറങ്ങി വരുമ്പോഴും തീർച്ചയായിട്ടും ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ടാണ് കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു മുഴക്കമുണ്ടായത്. ആ മുഴക്കം പുറത്തുള്ള ആളുകൾ, വഴിയിൽ നിന്ന ആളുകൾ കേൾക്കാനിടയായി. അവർ ആ മുഴക്കം കേട്ട് അടുത്ത് വന്നപ്പോൾ തങ്ങളുടെ ഭാഷകളിൽ, അതായത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള യഹൂദന്മാരായ പെരുന്നാളിന് വന്ന ആളുകളുടെ ഭാഷയിൽ ഈ ഗലീലക്കാർ സംസാരിക്കുകയാണ്. അതാണ് അവർക്ക് ആശ്ചര്യമുണ്ടാക്കിയത്.
അപ്പോൾ 3 കാര്യമാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടപ്പോൾ പെട്ടെന്നുണ്ടായത്. 1, കൊടിയ കാറ്റടിക്കുന്ന പോലെ മുഴക്കം. 2, അഗ്നിജ്വാല പോലെ പടർന്ന നാവുകൾ. 3, ഭാഷാപരം. ഈ ഭാഷാപരത്തെക്കുറിച്ച് പലരും പഠിപ്പിക്കുന്നത് അപ്പോസ്തലന്മാരും അവിടെ ഉണ്ടായിരുന്ന, അതായത് 120 പേര് അന്യഭാഷ പറഞ്ഞു എന്നൊക്കെയാണ്, സ്ത്രീകൾ ഉൾപ്പെടെ. പക്ഷെ വേദപുസ്തകത്തിൽ സ്ത്രീകൾ അന്യഭാഷ പറഞ്ഞതായിട്ട് ഒരു വാക്യവുമില്ല. അന്യഭാഷക്കാരൻ എന്നെഴുതിയിട്ടുള്ളതിൽ നിന്നും പുരുഷന്മാരാണ് ഇത് പറഞ്ഞതെന്ന് നമുക്ക് അനുമാനിക്കാം. ഇത് വചന ശുശ്രൂഷയാണ്. അതായത് പിന്നീട് നമുക്ക് രേഖയാക്കി കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂറായിട്ട്, ഭാഗികമായിട്ട്, അംശമായിട്ട് ദൈവദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അവരത് പറയുകയാണ്. അതാണ് ഭാഷാപരം എന്ന് പറയുന്നത്. അപ്പോൾ ചിലർ പഠിപ്പിക്കുന്നത് അവർ അന്യഭാഷ എന്തോ പറഞ്ഞു, അവർക്ക് മനസ്സിലായില്ല, പുരുഷന്മാരും സ്ത്രീകളും പറഞ്ഞു, 100 പേരുണ്ടായിരുന്നൊക്കെയാണ്. ഇല്ല, ഇതൊരു മുറിയിലാണ് 12 അപ്പോസ്തലന്മാർ, മത്യാസ് ഉൾപ്പെടെ 12 അപ്പോസ്തലന്മാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർ ഓരോരുത്തരായിട്ട്, പിന്നീട് ആ ക്രമം ഗുരുതലേഖനത്തിൽ എഴുതിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓരോരുത്തരായിട്ട്, ഒരാൾ ഒരു ഭാഷയിൽ സുവിശേഷം പറയുന്നു, മറ്റൊരാൾ വേറൊരു ഭാഷയിൽ സുവിശേഷം പറയുന്നു. അങ്ങനെ 12 ആളുകൾ പറഞ്ഞപ്പോൾ എഴുക്കാർ അത്ഭുതത്തോടെ പറയുകയാണ്, നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ പറയുന്നല്ലോ. നേരെ മറിച്ച് അവരെന്തെങ്കിലും പറഞ്ഞു, എഴുക്കാർക്ക് അവനവൻ്റെ ഭാഷയിൽ തിരികുകയാണെങ്കിൽ എഴുക്കാരെന്ത് പറയും? എഴുക്കാർ പറയും, ആ ഗലീലക്കാരായ അവർ ഇപ്പം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ട, കപ്പദോക്കിയിൽ നിന്ന് വന്ന ആൾ പറയും, ആ കപ്പദോക്കിയൻ ഭാഷ സംസാരിക്കും. ലിബിയയിൽ നിന്ന് പറഞ്ഞ ആൾ പറയും, ആ പറയുന്നതൊക്കെ ലിബിയൻ ഭാഷയാണ്. അപ്പോൾ റോമയിൽ നിന്ന് പറഞ്ഞ ആൾ പറയും, അത് റോമ ഭാഷയാണ്. ഇവർ തമ്മിൽ ക്ലാഷാവും. പക്ഷേ അവർ പറഞ്ഞത് നമ്മുടെ ഭാഷകളിൽ ഇവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. അപ്പോൾ പറഞ്ഞ അപ്പോസ്തലന്മാർക്കാണ് ഭാഷാപരം, കേട്ടവർക്കല്ല. പെന്തക്കോസ്ത് നാളിൽ അന്യഭാഷയ്ക്ക് വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം എഴുക്കാരുടെ ഭാഷയിൽ ഓരോരുത്തരായിട്ട് മാറി മാറി അവർ സുവിശേഷം പറയുകയായിരുന്നു. എന്നാൽ സഭയിൽ അന്യഭാഷയ്ക്ക് വ്യാഖ്യാനം വേണം. കാരണം അപ്പോസ്തലന്മാർ പോയി കഴിയുമ്പോൾ സഭകളിൽ എങ്ങനെ വചനം കിട്ടും? കാരണം അവിടെ ബൈബിളില്ലല്ലോ, പഴയ നിയമമില്ല, പുതിയ നിയമമില്ല. അപ്പോൾ ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന പുതിയ നിയമത്തിൻ്റെ സത്യങ്ങൾ സഭയിലുള്ള 2 or 3 സഹോദരന്മാർക്ക്, അങ്ങനെയും വ്യവസ്ഥയുണ്ട്, 2 or 3 സഹോദരന്മാർക്ക് ഓരോരുത്തരായിട്ട് അത് പറയുമ്പോൾ വ്യാഖ്യാനപരമുള്ളയാൾ അതിൻ്റെ വ്യാഖ്യാനം തിരിച്ചു കൊടുക്കണം. എന്നാൽ ബൈബിൾ ലഭിച്ചു കഴിയുമ്പോൾ ഈ ഭാഷാപരം എന്നുള്ള ആ ഒരു ഉപാധി നിൽക്കാനും ഇടയായിത്തീരും. അപ്പോൾ ഇവിടെ 10-18 ഭാഷക്കാർ വന്നിട്ടുണ്ട്. ആ ഭാഷക്കാരുടെ ഭാഷയിൽ അപ്പോസ്തലന്മാർ ദൈവവചനം ഓരോരുത്തൻ മാറി മാറി പറയാനും എഴുക്കാരത് കേട്ട് അത്ഭുതപ്പെടുവാനും, ഇത് ദൈവത്തിൻ്റെ വൻകാര്യങ്ങളാണ്, ഇതാണ് ദൈവത്തിൻ്റെ വൻകാര്യം, അല്ലെങ്കിൽ യെരൂശലേം ദേവാലയത്തിൽ നടക്കുന്നതല്ല, ഇതാണ് എന്നുള്ള വലിയ തിരിച്ചറിവ് അവർക്കുണ്ടാകാൻ ഇടയായി തീർന്നു. അതാണ് അവർ അവിടെ ശ്രദ്ധിക്കാനും കേൾക്കാനും മാനസാന്തരപ്പെടാനും ഇടയായത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.